ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഉള്ളത് ഉദയ്പൂരിലാണ്. ഫുള്ള് ഉദയ്പൂർ എക്സ്പ്ലോർ ചെയ്യാം. ഇന്നലെ ജയ്പൂരിൽ എന്താ വെച്ചാൽ ജയ്പൂരിൽ നിന്ന് പോണ ഇതൊക്കെ ഒരു കണ്ടന്റ് ഇല്ലേ, അതിനോട് നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ അടിപൊളി റൂം നമുക്ക് കിട്ടി, 3 റൂം കിട്ടി. എത്ര? 2,400 നമുക്ക് 3 റൂം കിട്ടി. അപ്പോൾ ഇവിടെ സെറ്റാണ്. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോവാണ്. ഇവിടെ ഇനി കുറച്ച് കറങ്ങാം. ഓക്കെ, ഇവിടെ വെക്കാനാണെന്നാ പറഞ്ഞത്. ഇവിടെ കറങ്ങുമ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാൻ പറഞ്ഞു. നമ്മൾ ലിഫ്റ്റിൽ ഇനി ലഗേജ് ഫുള്ള് വെച്ചത്, അതിന് ഫുള്ള് ലഗേജ് ഇറക്കുന്നുണ്ട്. സാധനങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ പുറത്തത്തെ വിഷ്വൽ കാണുന്നത്. നമ്മളിനി നേരെ സ്റ്റേഷനിൽ പോയാണ്ട് നമ്മളെ ലഗേജൊക്കെ ഒന്ന് അവിടെ വെക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഫുൾ കറങ്ങണേ. അങ്ങനെയാണ്. എവിടെ എത്തി? സ്റ്റേഷനിലെത്തി. നമ്മളാ സാധനം ലഗേജ് ഫുള്ള് ഇവിടെ വെക്കാൻ വന്നതാണ്. ഓ, തുടങ്ങിപ്പോയി. എല്ലാവരും ഉണ്ട്. ഇതുമാരെ ഇവിടുത്തെ ഓട്ടോറിക്ഷൻ്റെ മോഡലൊക്കെ ഏതല്ല സാധനം. വേറൊരു മൂഡ്. നമ്മളെ മഹാരാജാസ് ട്രെയിനല്ലേ. 3 ലക്ഷം എന്നൊക്കെയാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. 3 ലക്ഷം എന്ത്? ബുക്ക് ചെയ്യാനോ? ടിക്കറ്റ് റേറ്റോ? 3 ദിവസത്തിന് 3 ലക്ഷമോ? അപ്പം അത്രക്കും ലക്ഷറി അല്ല ഇതിൻ്റെ ഉള്ളത്. നോക്കി, അതിൻ്റെ ലക്ഷറി എന്നാണ്. നമ്മളെ സാധാ റൂം മാറി തന്നെയാണെന്ന് അത് പറഞ്ഞത്. എങ്ങനെ? അടിപൊളിയില്ലേ? പൈസക്കാർക്കൊക്കെ നടക്കും. ആവിത്തെ ഇതാണ് നമ്മളെ ക്ലോക്ക് റൂം വരുന്നതെന്നാ പറഞ്ഞത്. ഇവിടെ എന്നാലും എന്താ പരിപാടി കഴിഞ്ഞാണ്. ഏതോ ആള് വന്നതാണ് ഇവിടെ. സ്വീകരിച്ചോ ഒക്കെ തോന്നുന്നു. നമ്മളിവിടെ ലഗേജൊക്കെ വെച്ചിട്ട് നേരെ സിറ്റി പാലസ് ഒന്ന് കറങ്ങാണ്ട് പക്ഷെ കാണാണ്ടെന്നാ പറഞ്ഞ സ്ഥലം. അപ്പോൾ ആദ്യം ലഗേജൊക്കെ ഒന്ന് വെച്ചാൽ ഒരു സമാധാനമാവും. അപ്പം നമ്മൾ ഇവിടെ സാധനം ക്ലോക്ക് റൂമിൽ സാധനം ഫുള്ള് വെച്ച് വീഡിയോ ഉണ്ടല്ലോ. പല മോച്ചമാരെ. അപ്പം നമ്മൾ ഒരു ഓട്ടോറിക്ഷ കയറി. പൈസ ഒക്കെ ഒന്ന് കൺഫേം ആയി കേട്ടോ. മുന്നിലൊരാൾ കയറിക്കണോ? ഞങ്ങളിങ്ങനെ പോവാണ്. എല്ലാവരും ബാക്കിൽ സിറ്റി പാലസ്. ഓട്ടോസൊക്കെ ഉള്ളതല്ലേ? നല്ല രസം ഉണ്ടാവും ഓടിക്കാൻ. വീട്ടില് സിറ്റി പാലസ് വരുന്നത്. അതിലാണ് നമ്മളെ സിറ്റി പാലസ് പോവാന്ന് പറഞ്ഞത്. ഓട്ടോ നേരെ അതിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മളെല്ലാം ദോശയൊക്കെ എടുത്താണ്ട് നല്ല ദോശ കെട്ടിയുണ്ട്. നമ്മളെ ചട്ടിനി എൻ്റെ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആൾക്കാർ എത്തും സാധനം നമ്മൾ കഴിച്ചിട്ട് കാണാം. ഓക്കെ, നടക്കുന്നുണ്ട്. ഓരെന്തോ ആധാറെന്താണ് തോന്നുന്നുണ്ട്. വെഡിങ് തോന്നുന്നുണ്ട്.
അപ്പോൾ ഗോയ്സ് നമ്മളതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. ഇതാണ് നമ്മളെ എൻട്രി ഫീ വരുന്നത്. ഇതാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ലേ? അതെ അതെ. അപ്പോൾ ഇവിടെ വണ്ടി പോണവർക്ക് വണ്ടി പോവാം. പക്ഷെ നമുക്ക് നടക്കാനാണ് താല്പര്യം, ഇഷ്ടം. ആരോഗ്യം നോക്കുന്ന ആൾക്കാർ. അതെ അതെ. ഗായ്സ് നമ്മളിപ്പോ സിറ്റി പാലസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ്സ്. ഇവിടെ ഒരു 2-3 മണിക്കൂർ കാണാണ്ട് എന്നാ പറഞ്ഞേ. ഒരു 10-11 അതാണ് സംഭവം. സംഭവം വരുന്നത് അതാണ്. പരമ്പരാഗതമായ രാജാക്കന്മാര് തലമുറയായി കൈമാറി ഉണ്ടാക്കി കൊണ്ടുവന്ന പാലസ് ആണിത്. ഗൈഡ് പറയുന്നാലേ ആയിക്കോട്ടെ. അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്തതിന് നമുക്ക് കാര്യം ഉണ്ടായില്ല ഷെമിയ. നമ്മൾ അങ്ങനെ നമ്മളിതാണ് നമ്മളെ സ്ഥലം വരുന്നത്. നല്ല വണ്ടിയൊക്കെ ഉണ്ട്, ആളെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയൊക്കെ ഉണ്ട്. പിന്നെ ഫുൾ ടൂറിസ്റ്റ് ബസ് ഫുള്ളുണ്ട്. എങ്ങനെ അതെ അതെ സുഹൃത്തുക്കളെ. അപ്പം നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മെയിൻ സ്ഥലത്തി. ഓ കിട്ടില്ല സ്ഥലം കേട്ടോ. ഇവിടെ സീൻ കേട്ടോ. പൈസ എടുത്ത മുതലായി. അടിപൊളി സ്ഥലം സിറ്റി പാലസ്. അതെ 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 അതെ. എക്സ്പീരിയൻസ്. ഇതാണ് നമ്മളെ ടാക്സി, ഗുഡുഗുഡു വണ്ടി. അതിൻ്റെ ഇടയിൽ മാസ് അടുത്ത വണ്ടി വരുന്നത് ട്രാക്ടർ ഗുഡുഗുഡു വണ്ടി. ഓ ഏതാല്ല ബ്യൂട്ടി, ഏതാ സ്ഥലം. ഇപ്പോൾ ഗോയ്സ് ഇതാണ് നമ്മളെ സ്ഥലം. കുറച്ചുകൊണ്ട് കയറിയാൽ ഇതാ നല്ല രസകരമായ അടിപൊളി ചെടിയും സംഭവങ്ങളൊക്കെയാണ്. ഓ അമ്മാരി കോട്ടൊക്കെ സീൻ. മേലെത്തിയപ്പോൾ ഉള്ള വ്യൂ ആണ് ഗായ്സ്. ഏതല്ലേ അടിപൊളി സ്ഥലം. അവിടെ കുറേ അതേമാതിരി ഓരോ കോട്ടകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏതല്ലേ രസം. ഒരു വലിയ കൊട്ടാരം തന്നെയാണ്. ഓ ഏതാ വണ്ടി സീനാണ്. എന്ത് വെള്ളത്തിനോ 50 നമ്മള് പുറത്തേതോ സ്ഥലത്ത് പോയ മാതിരിയാ. ഏതാ അടിപൊളിയാ, രക്ഷയില്ല. ഓ ഇതാണ് ഉള്ളിലേക്ക് കയറാനുള്ള സ്ഥലം. ഇവിടെ ഒരു ആന ഉണ്ട് കേട്ടോ. ആന
അതിലെ ആന ആന ഉള്ളോട്ട് പോയൊക്കെ നമ്മൾ ഓ ഇവിടെ വേറെ മൂടല്ല ജോ. അടിപൊളി സ്ഥലം കേട്ടോ. നമ്മളെ ഭരിച്ച രാജാക്കന്മാരെ ഫോട്ടോ പേരൊക്കെയാണ് ഓരോ സ്ഥലങ്ങളും. ഇവിടുത്തെ ഓരോരോ സ്ഥലങ്ങൾ അതൊക്കെ കുറേ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് മർദ്ദന മഹൽ അവിടേക്കാണ് നമ്മൾ കയറി പോകാനുള്ളത്. ഉള്ളിലൊക്കെ കുറേ ചരിത്രങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഇതവിടെ ഫുള്ള് ചരിത്രകാരന്മാർ മറ്റേ പൗച്ചിൻ്റെ താഴെ ഇതാണിപ്പം ജീവിച്ചിരിക്കുന്ന ഒരു ചെക്കൻ. കഴിഞ്ഞ കൊല്ലം മരിച്ചത്. എത്ര രാജാക്കന്മാരോട് ഇത് ചെയ്യുന്നുണ്ട്. ഇതെന്ത് സംഭവം? ഇതൊക്കെ പോലെ വർഷങ്ങളും ഇതൊക്കെയാണ്, പേരും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ആ ടിക്കറ്റ് ഇവിടെ കൊടുക്കണം. അയ്യോ പീരങ്കി ഉണ്ട് കേട്ടോ അവിടെ. ഇതാണ് നമ്മള് പണ്ട് കാലത്ത് ഇവിടെ യുദ്ധത്തിന് യൂസ് ചെയ്ത ഹെൽമെറ്റോ ബോഡി പ്ലേറ്റ്സ് ഇതിന്റെ പക്ഷെ ഇതൊന്നും ഇട്ടിട്ട് കാര്യമില്ല. സ്കില്ലാണ് ഇതാണ് ഇതിന്റെ കുന്തം. ആദ്യത്തെ പാൻ്റാണിത്. ഫുള്ള് ചെങ്ങല അല്ലേ? ഓ ആദ്യത്തെ രാജാവിൻ്റെ ചങ്ങലൻ്റെ സാധനമാണിത്. ഇങ്ങനെ ആകുമ്പോൾ രാജാവിന് കണ്ണാണ്. കാണും രാജാവിന് കണ്ണ് കാണും. ഇവരൊക്കെ ഉപയോഗിച്ച സാധനങ്ങളാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടത്. ഓക്കെ, ചിത്രം വരച്ചു തരുന്ന ആളുണ്ട്. അടിപൊളി. ഇവിടുത്തെ രാജാവിൻ്റെ കസാലയാണെന്ന് പറഞ്ഞത്. പോകുന്ന ഓരോ വഴികളാണിത്. ചെറിയ ചെറിയ വഴികൾ. ആര് ചെറുക്കനായി ശില്പ്.
എമ്മാരി ഫാനല്ലേ? നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇവിടെ കാണാൻ കുറച്ചുണ്ട് മക്കളെ, പള്ള നിറച്ചുണ്ട് കാണാൻ. എല്ലാവർക്കും ഞങ്ങളെ വ്ളോഗിലേക്ക് സ്വാഗതം. മറ്റേ എൻട്രി വ്ളോഗർ. അപ്പൊ നമ്മൾ കൊടുക്കാൻ പോണേ. അപ്പൊ നമ്മൾ കൊടുക്കാൻ പോണേ നമ്മൾ ഹോട്ടലിലേക്ക് ഏതോ കേരള ഹോട്ടലുണ്ട്. ആരെങ്കിലും ഒരാൾ പറയും. നല്ല നെയ്ച്ചോറും നല്ല ബീഫ്. ഹോട്ടലുണ്ടെന്നാണ് ഷാബിത്ത് പറഞ്ഞത്. പോയോക്കാം. അതെ അതെ. ഇത് സബിത്ത സബിത്ത ഈ തൊപ്പിയായിരുന്നു, നല്ല രസമുണ്ടല്ലോ കാണാൻ. എവിടുന്ന് വാങ്ങിയേ? അജ്മല് പിന്നെ നല്ല ഉഷാറില്ല. മൂഡ് ഓഫ്. പെട്ടെന്ന് കോളൊക്കെ വരട്ടോ. അപ്പൊ നമ്മളിതാ സിറ്റി പാലസിൽ നിന്ന് നേരെ ഇറങ്ങി. അപ്പൊ എല്ലാരും പോവാ, തിരിച്ചു പോവാ. എല്ലാരും ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ ഒരു ഹോട്ടലിൽ തിരഞ്ഞു പോവാ. അപ്പൊ ഇതാ റഹ്മാൻ ഫുവാദ്, ഇതാ വ്ളോഗർ. ഇവിടെ ഒരു മലയാളിന്റെ ഹോട്ടലുണ്ട് എന്ന് പറഞ്ഞേ, കേരള ഫുഡ് സ്പോട്ട്. അപ്പോൾ അവിടെ തിരിഞ്ഞ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അവിടെയുള്ള വിശേഷം കാണാം. അപ്പോൾ നമ്മളെ കൂടെയുള്ള ഒരാളെ കാണാനില്ല, റെയ്സ്. അവനെവിടെ? അപ്പം ഞങ്ങൾ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. റെയ്സ് അതാ വരുന്നു. കഴിച്ചാലോ? അജ്മൽ അതാ പിണങ്ങിയിരിക്കുന്നു. യെസ്, അജ്മൽ ഒന്നാകെ ഫുഡ് കിട്ടായിട്ട് ഭയങ്കര ക്ഷീണത്തിൽ. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ലൊരു ഫുഡ് സ്പോട്ട് ഉണ്ട് ഇവിടെ പറഞ്ഞേ. നല്ല നെയ്ച്ചോറൊക്കെ കിട്ടുമെന്ന് പറഞ്ഞേ സാബിത്ത്. എന്താ അറിയില്ല നമുക്ക്. ഇജ്ജ് അവിടുന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കി തരേണ്ടി വരും, പറഞ്ഞേക്കാം. ആ ബിരിയാണി ഉണ്ടായാൽ നാട്ടിലത്തെ ബിരിയാണി ഉണ്ടായാൽ മതി. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല വിശന്ന് കണ്ണ് കാണുന്നില്ല, കണ്ണൊക്കെ പൂടി. അതെ, 5:15 ടൈം. ഫുഡ് കഴിച്ചില്ല. രാവിലത്തെ ചെറുതായിട്ടൊന്ന് കഴിച്ചു. മസാല ദോശ പിടിച്ചു. പിന്നെ ഒരു ഇളന്നി വെള്ളം ഞാൻ കുടിച്ചില്ല. അതൊക്കെ അടിപൊളി. അപ്പം മച്ചന്മാരെ നമ്മളെ കേരള ഹോട്ടൽ കണ്ടാണ്. ഞാൻ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. അജ്മൽ ഒന്നുമില്ല എന്നാ പറഞ്ഞത്. ഓ, ഇപ്പോഴൊരു കേരള കിട്ടി. ഒന്നുമില്ല. അപ്പൊ നമ്മള് കേരള ഹോട്ടൽ കിട്ടി. എന്താ പാട് ഉള്ളാക്കറിയാം. നമ്മളതാ പയിച്ചെളിഞ്ഞിക്ക. അപ്പൊ ഗോയ്സ് നമുക്ക് നല്ല ബിരിയാണി കിട്ടിയാണ്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല, നല്ല മുട്ട ഉണ്ട്, 2 പീസ് ഉണ്ട്, 230 റുപ്യ. ഓക്കെ, കിട്ടില്ല ബിരിയാണി. അച്ഛന്മാരെ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കേരള ഹോട്ടലിൽ നിന്ന് നല്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നല്ല ബിരിയാണി കഴിച്ച് ഉഷാറ് കേട്ടോ. ഒരു കുഴപ്പമില്ല. ഒരു കേരളത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടി. ഇവിടെ വൈകുന്നേരം 6 മണിയായിന് ടൈം. നമുക്ക് ഇവിടുന്ന് നേരെ അജ്മീർക്ക് ട്രെയിനുണ്ട്. ജനറലിലാണ് നമ്മൾ പോണത്. ഇവിടെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കയറണത്. ഇവിടെ ഒരു ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളെ റങ്കൂർ ഘട്ട് അല്ലേ? കാഴ്ചകളുണ്ടോ? നമ്മൾ കുറച്ച് ലേറ്റായി പോയി.
അതാണ് അടിപൊളി സ്ഥലമാണ്. ഇവിടുത്തെ നൈറ്റ് വ്യൂ ആണ് ഇത് കാണുന്നത്. ഇതാണ് മാർക്കറ്റ് വരുന്നത്. നല്ല നല്ല കടകളുണ്ട്. ഇതൊരു അമ്പലമാണ്. മേലോട്ട് കയറി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ. ജയ്പൂരിൽ നല്ല വൃത്തിയുള്ള റെസ്റ്റോറൻ്റ് ആണെന്നാണ് പറഞ്ഞത് ഗോയ്സ്. അപ്പം നമ്മളങ്ങനെ സ്റ്റേഷനിലെത്തി. നമ്മളിനി നേരെ അജ്മീർക്ക് പോവാണ്. അതുപോലെ ഗോയ്സ് നമ്മൾ അജ്മീറിലെത്തി. ഓ നല്ല തണുപ്പാട്ടോ ഇവിടെ. കുറേ നേരത്തിന് ശേഷം ഫുള്ള് നല്ല അടിയും ഫുള്ള് തിരക്കേനി. അമ്മമാര് തിരക്ക്. അതേ നമ്മൾ പിന്നെ വീഡിയോ എടുക്കാൻ ചെത്തി. ഗോയ്സ് നമ്മൾ വന്ന ട്രെയിൻ ഇതിങ്ങനെ പോണ് ചോര. അപ്പോൾ നമ്മൾ അജ്മീറിലെത്തി. ഉള്ള അജ്മീറിലാണ്. അപ്പോൾ നമ്മൾ ഇനി നാളെ 2 മണിക്കറ്റ് ഇവിടുന്ന് ട്രെയിൻ ഉച്ചക്ക്. നമ്മൾ അതിന് പോകാനുള്ള പ്ലാനാണ്. നല്ല തണുപ്പാട്ടോ ഇവിടെ അജ്മീറിൽ. ഇപ്പം എല്ലാവരും ഉണ്ട്. നമ്മളിപ്പോൾ ടൈം ഇപ്പോൾ പറഞ്ഞാൽ രാവിലെ ഒരു 4:30 ആയിന് ടൈം. നമ്മൾ ഇവിടെ റൂം കിട്ടിയാലും ഇവിടെ ഒരു സ്റ്റേ കിട്ടിയാൽ നമ്മളിവിടെ കിടക്കും. അങ്ങനെയാണ്. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ്. മൂക്കൊക്കെ നല്ല വേദന. ഇതാണ് നമ്മളെ അജ്മീർ ദർഗ എന്ന് പറയുന്നത്. നല്ല തിരക്കാണ്. ഭയങ്കര തിരക്കാണ്. അപ്പം നമ്മള് അജ്മീർക്ക് കയറാൻ പോവാണ്. ഒരു ചെമ്പ് അത് അവിടെ ഉണ്ട്. അജ്മീർ ചെമ്പ്. ഒരു ചെമ്പ് അവിടെ ഉണ്ട്. ഇതാ ഇവിടെയാണ് ഒരു ഇങ്ങനെയല്ല മറ്റത് ഉണ്ടാക്കി എന്നാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കൂലേ ഓരോ സാധനം. ഇതാണ് നമ്മളെ അജ്മീർ ചെമ്പ് പറയുന്നത്. കഞ്ഞി ഉണ്ടാക്കും അവിടെ. ഇവിടെ ഇതിലാണോ ഏത് ചെമ്പിലും എനിക്കറിയില്ല. കഞ്ഞി ഉണ്ടാക്കും. എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഞ്ഞി മധുരം. ഓരോ ആൾക്കാർ ഒന്നും ഉണ്ടാക്കാനുണ്ടല്ലോ നിസ്കരിക്കാൻ വേണ്ടി. ഇവിടെ പോയി വരുന്നു. ഇതൊരു വണ്ടിയാണ്. ഇത് മക്ബറാണ്. എന്താല്ലേ അടിപൊളിയല്ലേ? നല്ല ആൾക്കാരാണ്. നമ്മൾ ചെമ്പൊക്കെ ഉണ്ട്. ഓരോ
സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം. അവിടെയാണ് നമ്മളെ ചെമ്പുള്ളത്. പിന്നെ അപ്പുറത്ത് വേറൊരു ചെമ്പുണ്ട്, അജ്മീർ ചെമ്പ് എന്ന് പറയാം. അതിൽ അരികൾ സാധനങ്ങളൊക്കെ ഇടും. പല ഗോയ്സ് എൻ്റെ ചെരുപ്പ് പോയി. നമ്മളെ അജ്മീറിൽ തന്നെയാണ് എൻ്റെ ചെരുപ്പ് പോയത്. ബാക്കിയുള്ള എല്ലാവർക്കും ചെരുപ്പ് കിട്ടി, എൻ്റെ മാത്രം കിട്ടി. ഇപ്പൊ തൽക്കാലം ഷോക്സ് ഇട്ട് അടക്കാം, അതാപ്പോ നല്ലേ ഗോയ്സ്. അപ്പൊ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ നാളെ. അപ്പൊ ഓക്കെ, നാളെ അപ്പൊ സെറ്റ് അല്ലേ? നാളെ സെറ്റ്.